ഹായ്, ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും ഉപകാരമുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് അൾട്രാസോണിക് കാർ റോഡൻറ്റ് റിപ്പല്ലർ എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഏതാണ്ട് 5 മാസം കഴിഞ്ഞു. കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കാറിൽ നിരന്തരമായിട്ട് എലിയുടെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പല വഴികൾ നോക്കി, ലൈറ്റിട്ട് നോക്കി, പിന്നെ വണ്ടി സ്ഥലം മാറ്റി വെച്ച് നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. ഇതിൻ്റെ അകത്ത് കയറി പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളൊക്കെ കൊണ്ട് അതിൻ്റെ മുകളിലിടുക. ഭാഗ്യത്തിന് വയറുകളൊന്നും കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാനിതിൻ്റെ പല വഴികളും ആലോചിച്ചു. അതിൻ്റെ ഒരു സ്റ്റിക്കർ ആ കാര്യങ്ങളൊക്കെ വെച്ചു, എന്നിട്ടൊന്നും ഇതിന് യാതൊരു കുറവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്ത സമയത്ത് കണ്ട ഒരു പ്രോഡക്റ്റാണ്. ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. അതായത് അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റാണിത്. അപ്പോൾ ഇത് ഒരു റോഡൻറ്റ് റിപ്പല്ലറാണ്. അപ്പോൾ ഇത് ഈ ഒരു സൗണ്ട്, ഇതൊരു ബസർ അടിക്കുന്നുണ്ട്, കൂടാതെ ലൈറ്റ് വരുന്നുണ്ട്. കൂടാതെ ഇതിനകത്തുനിന്ന് നമുക്ക് കേൾക്കാൻ പറ്റാത്ത മൃഗങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ ചെറിയ മാമൽസ്, റോഡൻസിനൊക്കെ കേൾക്കാൻ പറ്റുന്ന വളരെ ചെറിയ അൾട്രാസോണിക്കായ സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു എക്യുപ്മെൻ്റാണിത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി വെച്ചതിന് ശേഷം, ഇപ്പോൾ ഇതിൻ്റെ പല ബ്രാൻഡുകളുണ്ട്. ഇതിന് 1500 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിന് ശേഷം എൻ്റെ കാറിൽ ഇതുവരെയായിട്ടും ഈ ഒരു എലിയുടെ ശല്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ വന്ന് എലി ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എലീൻ്റെ കേക്ക് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ സ്റ്റിക്കർ വെച്ച് കൊടുക്കും, എന്നിട്ടൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. ഇപ്പം കഴിഞ്ഞ ഒരു 5 മാസമായിട്ട് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഞാനിതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഞാനൊരു 5 മാസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം എലീൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ്. ഇതിൻ്റെ ബോക്സ് ഇതാണ്. അൾട്രാസോണിക് വെഹിക്കിൾ ഇൻഡോർ റോഡൻറ്റ് റിപ്പല്ലർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പല ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. ഇത് 2-3 മോഡുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കാറിൻ്റെ ഇൻഡോർ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് കാണുന്നുണ്ട്, 1, 2 എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ സെക്കൻഡ്, അതുപോലെ ഈ ലൈറ്റുകൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഒരു ടൈമിങ്ങിലല്ല ഇത് പ്രവർത്തിക്കുന്നത്. ഇത് വ്യത്യസ്ത ടൈമിങ്ങിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് നമ്മുടെ എലികൾക്ക് യൂസ്ഡ് ആവാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർക്ക് തന്നെ കൺഫ്യൂഷനാവും. സാധാരണ നമ്മൾ എന്ത് സൗണ്ട് വേവ്സും അല്ലെങ്കിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് അത് പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്ക് വരും. പക്ഷേ ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇത് ഒരു സമയത്ത് ഡിഫറെൻറ്റ് വേവ്സാണ്, ഓരോ സമയത്തും ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള വേവ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വേവ്സൊക്കെ തന്നെയും ഒരു ഫ്രീക്വൻറ്റ് ഇൻ്റർവെല്ലല്ല, പല സമയത്തും പല ഇൻ്റർവെല്ലാണ് ഇത് വർക്ക് ചെയ്യുക. ചിലപ്പം കുറേ സമയം ഉണ്ടാതിരിക്കും, പെട്ടെന്ന് വർക്ക് ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ വർക്കിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ 5 മാസമായിട്ട് നമ്മുടെ വണ്ടിയിൽ യാതൊരു എലീൻ്റെ ശല്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതിനകത്ത് ഇതിൻ്റെ ബാക്കിൽ നമുക്കിതുപോലെ 3 റീചാർജബിൾ ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാം. ബാറ്ററി ഇതിൻ്റെ കൂടെ ഉണ്ടാവില്ല. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ്, ഫ്ലാഷിൽ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മാനുവലുണ്ട്, യൂസർ മാനുവലുണ്ട്. അപ്പോൾ അതിനകത്ത് പല ഭാഷകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിവിടെ വാഹനത്തിൽ നമുക്ക് പെർമനൻ്റായിട്ട് കെട്ടിയിടണം, ടാഗ് ചെയ്തിടണമെങ്കിൽ അതിനുവേണ്ടി കെട്ടേണ്ട ടാഗുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കെട്ടിയിടാറില്ല, ഞാൻ ഓരോ ദിവസം വൈകുന്നേരം എടുത്ത് വെക്കുക ചെയ്യുക. കാരണം നമ്മൾ വാഹനത്തിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്കിതുപോലെ ബാറ്ററി കണക്ട് ചെയ്തിട്ട് ബാറ്ററി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി നോർമൽ ചാർജറിൽ ഇത് അഴിക്കാതെ തന്നെ നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് വാഹനത്തിൻ്റെ ബാറ്ററിയിൽ കണക്ട് ചെയ്യാം. ചെറിയ വോൾട്ടേജ് എടുക്കുന്നുള്ളൂ. അപ്പം അതിന് കൊടുക്കേണ്ട ഇവിടെ ചെറിയൊരു ഫ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു പിന്ന് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DC വോൾട്ടേജ് 12 വോൾട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. ഇത് നമുക്ക് ഈ രീതിയിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് നമുക്ക് ഇത് എവിടെയെങ്കിലും ടാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെർമനൻ്റായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഡെയിലി എടുത്ത് വെക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഓൺ ചെയ്തിട്ട് ഡെയിലി ഞാനിവിടെ കൊണ്ടുവെക്കും.
രാവിലെ ആകുമ്പം നമ്മളിത് എടുത്ത് വെക്കുകയാണ് ചെയ്യുക. ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എന്തായാലും ഞാൻ ഇതിന് 1500 രൂപയാണ് വില. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം ഞാൻ ഒരുപാട് എൻ്റെ വണ്ടിയിൽ ഇതേപോലെ എലി കയറി നാശമാക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ വയറിങ് കാര്യങ്ങളൊന്നും എലി കടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെങ്ങനെ രക്ഷപ്പെട്ടതാണ്. പക്ഷേ ഡെയിലി എലീൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിന് പല വഴികളും പല മാർഗ്ഗങ്ങളും യൂട്യൂബിലും പല സ്ഥലങ്ങളും ഞാൻ സെർച്ച് ചെയ്തു, പല ആളുകളോട് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനൊരു ഇൻസ്ട്രുമെൻറ്റ് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും അത് വിജയകരമായിട്ട് ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അല്ലാണ്ട് ഇതിൻ്റെ പ്രൊമോഷനായിട്ടുള്ള വീഡിയോസൊന്നുമല്ല. അപ്പം മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.